ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം കേട്ടോ. നമ്മളിപ്പോൾ കുറച്ച് നാൾക്ക് മുമ്പേ നമുക്കൊരു ഇൻക്യുബേറ്റർ ഉണ്ടാക്കിയത്. നമ്മൾ പണ്ട് കുറേ അധികം വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഈ അടുത്തിട്ട് നമ്മൾ കുറേ അധികം നാളായിട്ട് ചെയ്യുന്നില്ലായിരുന്നു. അപ്പോൾ ഇതൊരു ഇൻക്യുബേറ്റർ നമ്മൾ വീണ്ടും സെറ്റ് ചെയ്തെടുത്ത കേട്ടോ. പിന്നെ ഇപ്പോൾ ഒരു വീഡിയോ ആണ്, മുട്ട വെച്ച് ഒരാഴ്ച കഴിഞ്ഞിട്ടുള്ളൊരു വീഡിയോ കേട്ടോ. ആ കുഞ്ഞ് എൻ്റെ കറക്റ്റ് മൂവ്മെൻ്റൊക്കെ കാണാൻ പറ്റും നമുക്ക്. അപ്പം മാക്സിമം എല്ലാവരും ഒരാഴ്ച കഴിയുമ്പം ഇങ്ങനെ മുട്ട ജസ്റ്റ് ഒരു ടോർച്ചിൻ്റെ അകത്ത് വെച്ച് നോക്കുമ്പോൾ ഏകദേശം അനക്കങ്ങൾ കാണാൻ തുടങ്ങും. അപ്പം അങ്ങനെ കണ്ട് അനക്കമില്ലാത്തതിനെ മാറ്റുന്നതായിരിക്കും നല്ലത്. പിന്നെ ഇപ്പം നമ്മൾ വെക്കുന്നൊരു ഇൻക്യുബേറ്ററായിട്ട് ഇപ്പം ബൾക്കായിട്ട് എഗ്ഗ് വെക്കാൻ പറ്റും. നമ്മൾ അതിൻ്റെ വീഡിയോസ് നമ്മൾ പിന്നെ കാണിക്കാം. ഇതിപ്പോൾ നമ്മൾ ഒരു 19 ദിവസമായപ്പം ചുണ്ടിട്ടു, അതുകൊണ്ട് വിരിഞ്ഞു വരുന്നൊരു സീനാട്ടോ ഇത് ഈ ഒരു ക്രാക്ക് കാണുന്നത് എൻ്റെ സൈഡിൽ നിന്ന് വെച്ചൊരു ചെറിയൊരു മിസ്റ്റേക്ക് ആട്ടോ. മുട്ട നമ്മൾ തിരിച്ച് വെച്ച സമയത്ത് അത് ജസ്റ്റ് ഒന്ന് സൈഡിൽ അടുത്ത മുട്ട ഇടിച്ചു, അപ്പോൾ അങ്ങനെ ചെറിയൊരു സ്ക്രാച്ച് വീണ. പക്ഷെ അത് വിരിഞ്ഞു കേട്ടോ. പക്ഷെ അല്ലാതെ എൻ്റെന്ന് പറയാൻ പറ്റില്ല, അത് ആ ഒരു കോഴിക്കുഞ്ഞിനെന്തോ പറ്റിയിട്ട് മരിച്ചു പോയിട്ടുണ്ടായി. 2 എണ്ണം മരിച്ചു പോയി നമ്മുടെ കയ്യിൽ നിന്ന്. എല്ലാ വർഷവും നിങ്ങൾ പഴയ വീഡിയോസ് നോക്കി അറിയാം, എപ്പോഴും കുറേ എണ്ണം മരിച്ചു പോകും. അത് കാരണം നമ്മൾ ജസ്റ്റ് നിർത്തി വെച്ചാട്ടോ. മെൻ്റലി നമ്മൾ ഡൗൺ ആയി പോകും. അപ്പോൾ എല്ലാവരും ഇത് കണ്ടിട്ട് വെക്കുന്നവർക്ക് പറയാനുള്ളത് ജസ്റ്റ് അതും കൂടി നിങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കുക. ചിലപ്പോൾ ഇത് മരിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും ജസ്റ്റ് ഒന്ന് മൈൻഡ് കീപ്പ് ചെയ്തേക്കുക. ഓക്കെ, ഇപ്പോൾ നമ്മൾ വിരിഞ്ഞ ബ്രൂഡർ ബോൾ സെറ്റ് ചെയ്തേക്കുക കേട്ടോ. ഇപ്പോൾ ഇതുകൊണ്ട് വിരിഞ്ഞു ഒരു കുറച്ച് മണിക്കൂർ ആകുമ്പോൾ അവസ്ഥ കേട്ടോ. ഇത് ഇപ്പോൾ അവസ്ഥ. ഇപ്പോൾ നമുക്ക് മൊത്തം 15 മുട്ട നമ്മൾ വെച്ചു. അതിനകത്ത് 6 കുഞ്ഞുങ്ങൾ നമുക്ക് കിട്ടി കേട്ടോ. ബാക്കി ഇപ്പോൾ നമ്മൾ കുറേയധികം മുട്ട വെച്ചിട്ടുണ്ട്. അതിൻ്റെ ബാക്കി വീഡിയോസ് നമുക്ക് പിന്നെ കാണാം. ഓക്കെ, അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതേപോലെ നമുക്ക് കുറച്ചധികം കോഴികളെ കുറിച്ചുള്ള വീഡിയോസ് എല്ലാം നമുക്ക് വരാം കേട്ടോ.